കേരള സ്റ്റോറി 2 ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങുന്ന കാക്കത്തൊള്ളായിരം വീഡിയോകളിൽ അവസാനത്തെ വീഡിയോ അല്ല ഇതെന്ന് എനിക്കറിയാം. എന്നാൽ സോഷ്യൽ മീഡിയ പറഞ്ഞു പരത്തുന്ന ഈ അസത്യങ്ങളെ പൊളിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അവർ പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. അതായത് ബീഫിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാം സമാധാനപരമായി പോകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ ബീഫിൻ്റെ പേരിൽ അസഹിഷ്ണുതയും പ്രശ്നങ്ങളും തമ്മിത്തല്ലും എല്ലാം ഉണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഇവൻ എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. ഞാനൊരു സംഭവം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. തൊട്ടടുത്ത ടേബിളിൽ കുറച്ച് കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുന്ന കുറച്ച് ആൺകുട്ടികൾ. ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അടുത്ത ടേബിളിൽ നിന്ന് ഭയങ്കര ബഹളം. എനിക്ക് വലിയ പീസ് കിട്ടിയില്ല, നീ വലിയ പീസ് എടുത്തു, എനിക്ക് ചാറ് മാത്രമേ കിട്ടിയുള്ളൂ, ഇങ്ങനെ പല പ്രശ്നം. ഞാനൊരു എത്തി നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ 6 പേരും ഉണ്ട്, 2 പ്ലേറ്റ് ബീഫും ഉണ്ട്. അടി ഉണ്ടാവാണ്ടിരിക്കുമോ? ഈ പ്രശ്നം ഇവിടെ മാത്രമല്ല, കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനത്തെ ബീഫിൻ്റെ പേരിലുള്ള വഴക്ക് നടക്കുന്നുണ്ട്, അടി നടക്കുന്നുണ്ട്. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് തുറന്നു കാണിക്കാൻ ഇവിടെയുള്ള മലയാള സിനിമക്കാർക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് പുറത്തുനിന്ന് ഹിന്ദിക്കാർ വന്ന് ബീഫിൻ്റെ പേരിലുള്ള പ്രശ്നം നമ്മളെ കാണിക്കേണ്ടി വന്നത്. ആദ്യം തന്നെ ഈ സിനിമാക്കാരോട് പറയട്ടെ, കേരള സ്റ്റോറി 2ൻ്റെ ആൾക്കാരോട് പറയട്ടെ, സിനിമ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. ചിരിച്ച് മരിക്കാനുള്ള എല്ലാ സാധനവും അതിനകത്തുണ്ട്. പക്ഷേ നിങ്ങൾ ഈ സിനിമ 27-ാം തീയതി ഇറക്കുമ്പോൾ ഇതിനൊരു മലയാളം വെർഷനും കൂടെ ഇറക്കണം. കാരണം കേരളത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ ഹിന്ദി പറയാൻ അറിയുന്ന ആൾക്കാരല്ല. കുറച്ച് പേർക്ക് ഹിന്ദി അറിയാം, കുറച്ച് പേര് ഭായിമാരോട് കഷ്ണവും മുറിയും ഹിന്ദി പറഞ്ഞ് ശീലിച്ചവരാണ്. പൂർണ്ണമായിട്ടും അറിയാവുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ടൊരു മലയാളം വെർഷൻ ഇറക്കണം. നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കി ചിരിച്ച് ആസ്വദിച്ച് തിയേറ്ററിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ ട്രെയിലറിലുള്ള ഭാഗം, ആ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കുക. അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് ചിന്തിച്ച് നോക്കുക. അതായത് അയ്യോ എനിക്ക് വേണ്ടേ, ബീഫ് വേണ്ടേ, എന്നെ തീറ്റിക്കരുതേ, ഞാൻ ചത്തോളാവേ, ഇതൊക്കെ മലയാളത്തിൽ കേൾക്കുമ്പോൾ എന്ത് രസമായിരിക്കും. ഈ സിനിമ മൊത്തം ഇങ്ങനത്തെ കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ ചിരിച്ച് മടുക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ ഇറക്കിയാൽ, ഡബ്ഡ് വേർഷൻ ആണെങ്കിൽ പോലും ഇറക്കിയാൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ കേരള സ്റ്റേറ്റ് അവാർഡ് കോമഡി പടത്തിനുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് തരും. കേരള സ്റ്റേറ്റ് തന്നില്ലെങ്കിലും ചിലപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തരും. അവരും തന്നില്ലെങ്കിലും ജനം TV ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് അവാർഡ് തന്നിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ ഇറക്കുന്ന കാര്യം പരിഗണിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതവിടെ നിൽക്കട്ടെ. ഇത്രയും കേട്ടപ്പം ഇന്ത്യയിൽ ബീഫ് കഴിക്കുന്നത് മലയാളി മാത്രമാണോ ഒന്ന് അന്വേഷിക്കണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം, ഡേറ്റ വെച്ചുള്ള അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് ശരിയാണ്, ഇന്ത്യയിൽ ബീഫ് ഉപയോഗിക്കുന്നത് മലയാളികൾ, പിന്നെ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വളരെ ചെറിയ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം, ഗോവ, വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്, ഇവർ മാത്രമാണ് ബീഫ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ പാരമ്പര്യത്തിൻ്റെയും അവരുടെ ജീവിത രീതികളുടെയും ഭാഗമായിട്ട് ഈ ബീഫ് കഴിക്കുന്ന ആൾക്കാരല്ല. ബീഫ് മാത്രമല്ല, വെജിറ്റേറിയൻസ് ആണ് അവിടെ കൂടുതലുള്ളത്. ഇന്ത്യയിൽ ഏതാണ്ട് 30% മേലും വെജിറ്റേറിയൻസ് ഉള്ള ഒരു രാജ്യമാണ്. ലോകത്ത് വെജിറ്റേറിയൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. സോ ഇതെല്ലാം അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ശീലങ്ങളുടെ ഭാഗമായിട്ടുണ്ടായതാണ്. സോ ഓരോ ആൾക്കാർക്കും ഏത് ഭക്ഷണം കഴിക്കണം കഴിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ളതാണ്. അത് റെസ്പെക്റ്റ് ചെയ്യാൻ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക്, കഴിക്കുന്നവനായാലും കഴിക്കാത്തവനായാലും, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അവരുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ അവരവർക്ക് വിട്ടുകൊടുക്കാനുള്ള ഉത്തരവാദിത്തം ബാക്കിയുള്ളവർ കാണിക്കേണ്ടതാണ്. അടുത്തതായി ഇന്ത്യയിൽ ബീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. ലോകത്ത് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ 3-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ബ്രസീലും ഓസ്ട്രേലിയയും മാത്രമാണ് ഇന്ത്യയുടെ മേളിലുള്ളത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നിലെ വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ കേരളമോ ഗോവയോ അങ്ങനെ ബീഫ് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ബീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് നമ്മുടെ സ്വന്തം UP ആണ്, ഉത്തർപ്രദേശ്. അതിനുശേഷം വെസ്റ്റ് ബംഗാളാണ്. പക്ഷേ അവരുണ്ടാക്കുന്നത് അവർ തന്നെ കൺസ്യൂം ചെയ്യുന്നു, അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനില്ല. അതിനുശേഷം മഹാരാഷ്ട്രയും നമ്മുടെ സ്വന്തം ഗുജറാത്തും എല്ലാം ഇതിൻ്റെ ഈ താഴെ ഈ ടേബിളിലുണ്ട്. ബീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കേരളം അതിൽ 10-ാം സ്ഥാനത്താണ് വരുന്നത്. ഇത്രയും ബീഫ് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിൻ്റെ ടാക്സ് വളരെ ഹൈ ആയിരിക്കും എന്ന് വിചാരിച്ചു, എക്സ്പോർട്ട് ടാക്സ്. എന്നാൽ ഇതിൻ്റെ എക്സ്പോർട്ട് ടാക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഒരു സാധനത്തിന് 0 ടാക്സിൽ എക്സ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്നു എന്ന് വെച്ചാൽ ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ബീഫ് എക്സ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇത് ബീഫ് $4 ബില്യൺ ഓരോ വർഷവും ഇന്ത്യയിലേക്ക് വിദേശ നാണ്യം, ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബിസിനസ്സാണ്. ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് വരേണ്ടത് ഇന്ത്യയുടെ എക്കോണമിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ആഗ്രോ ഫീൽഡിൽ
ബസുമതി റൈസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഗോതമ്പോ ബാർലിയോ ചോളമോ ഒന്നുമല്ല, അത് ബീഫാണ്. അത് മാത്രമല്ല ഏതാണ്ട് 2.5 മില്യൺ ആളുകൾക്ക് ഡയറക്റ്റ് ജോബ് നൽകുന്ന ഒരു തൊഴിൽ മേഖലയാണിത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ വാല്യൂ ചെയിനിൽ പിന്നെയും ധാരാളം തൊഴിലുകളുണ്ട്. ഇന്ത്യ ധാരാളമായിട്ട് ഡയറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അത് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. സോ ഈ പാല് പ്രധാനമായും ലഭിക്കുന്നത് ബഫലോകളിൽ നിന്നാണ്. അപ്പോൾ ഒരു ബഫലോയുടെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 12 വർഷമാണ്. അതിനുശേഷവും ഏതാണ്ട് 8-10 വർഷത്തോളം ഈ ബഫലോയ്ക്ക് ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് പാല് ലഭിക്കുന്ന വർഷങ്ങൾ കഴിഞ്ഞാൽ കർഷകന് ഇതിനെ യാതൊരു വരുമാനവുമില്ലാതെ സംരക്ഷിക്കാൻ കഴിയില്ല. പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഇതിനെ കശാപ്പിന് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ ആൺ ബഫലോകൾ അവയെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അത് നല്ല വളർച്ച എത്തിക്കഴിഞ്ഞാൽ അതിനെയും കശാപ്പിന് കൊടുക്കുക എന്നത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. പശുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഇതേ പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് കഴിഞ്ഞ് കുറേ നാൾ കൂടി അത് ജീവിക്കും. അപ്പോൾ ഈ ഒരു വിശ്വാസ പ്രമാണങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ അവയെ സംരക്ഷിക്കാൻ വേണ്ടി ഗോശാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലുള്ള ഏതാണ്ട് ഗോശാലകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ ഇനി സംരക്ഷിക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾ പശുക്കൾ റോഡിൽ അലഞ്ഞു തിരിയുന്നത് കാണുന്നത്. സോ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഈ വിശ്വാസ പ്രമാണങ്ങൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് ആ മേഖലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നേരത്തെ പറഞ്ഞ ബീഫ് എക്സ്പോർട്ടിൻ്റെ ഉപയോഗം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഇന്ന് കുറച്ച് ബൈ പ്രോഡക്ട്സ് ഉണ്ട്. അതായത് ഇന്ത്യൻ ലെതർ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് തന്നെ ഈ ബഫലോകളുടെ തോലുകൾ കൊണ്ടുള്ള ബിസിനസ് കൊണ്ടാണ്. അത് വെച്ചിട്ടാണ് വളരെ എക്സ്പെൻസീവായ വസ്തുക്കൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാഗ് ആയാലും ചെരുപ്പുകളായാലും എല്ലാം. മറ്റൊന്ന് ഫാർമ ആൻഡ് അഗ്രികൾച്ചറാണ്. ഫാർമയിലും ഈ പോത്തുകളുടെ എല്ലുകൾക്ക് വളരെയധികം ഉപയോഗമുണ്ട്. അതുപോലെ വളങ്ങൾ ഉണ്ടാക്കാൻ ഇത് ധാരാളമായി ഉപയോഗിക്കുന്നു. സോ ഇത് മൊത്തത്തിലൊരു സൈക്കിളാണ്. ഈ സൈക്കിൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ത്യയുടെ ആ അഗ്രോ ചെയിനിൽ അല്ലെങ്കിൽ കാർഷിക ചെയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായ എക്സ്പോർട്ട് ചെയ്യുന്ന ബീഫിനെ വളരെ മാന്യമായി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സിനിമ ഉണ്ടാക്കിയവർക്കോ അവരുടേതായ താല്പര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ സെൻസർ ബോർഡ് എന്നൊരു സാധനമില്ലേ, അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇത് സെൻസർ ചെയ്ത് ആളുകളെ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് നൽകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതേ സമയത്താണ് ജനനായകൻ 2 മാസമായിട്ട് പെട്ടിയിലിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ സെൻസറിങ് എല്ലാം കഴിഞ്ഞു, ട്രെയിലറും ഇറങ്ങി, 27-ാം തീയതി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഒറ്റ അപേക്ഷയും കൂടി ഉണ്ട്. ഈ സിനിമ അടുത്ത വർഷത്തെ ഓസ്കാറിന് അയക്കണം. ലോകം അറിയട്ടെ കേരളം പോലെ ബീഫ് കിട്ടുന്ന ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട്. സമാധാനപരമായിട്ട് ബീഫൊക്കെ കഴിച്ച് വന്നാൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് ലോകം അറിഞ്ഞോട്ടെ. ഇതൊരു പാൻ ഇന്ത്യ അല്ല, ഒരു പാൻ വേൾഡ് സിനിമയായി മാറട്ടെ എന്ന ആശംസയോടെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു.